നമസ്കാരം, വണ്ടി ബസ്സാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിലപ്പത്തിന്റെ മോഹിനിയാട്ടം കഥകളി രൂപമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ റിവ്യൂ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇത്തവണ പോകാൻ പോണത് 2 ഭരതനാട്യം കളിക്കുന്ന ആ ഒരു ലൈബ്രറി ഉള്ള ബസ്സിലാണ് കേട്ടോ. നമ്മുടെ യാത്ര ചോറ്റാനിക്കരയ്ക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് ചോറ്റാനിക്കരയ്ക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോണത്. അപ്പോൾ വണ്ടി ബസ്സാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. എങ്ങനെയുണ്ട് കിടുക്കാച്ച് വണ്ടി യാത്രയായിരിക്കുന്നത് വീഡിയോ? അപ്പൊ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുന്നേ കാണിച്ച വണ്ടിയുടെ ഇന്റീരിയർ തീർത്തും വ്യത്യസ്തമാണ് ഈ വണ്ടിയുടെ ഇന്റീരിയർ കേട്ടോ. ഈ വണ്ടിയുടെ ഇന്റീരിയറുടെ സെറ്റപ്പ് ഒക്കെ നമ്മളിത് എക്സ്പോയിൽ ഉണ്ടായിരുന്ന ഈ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എക്സ്പോയിൽ ഈ വണ്ടിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ആ ഒരു ശലഭത്തിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഇന്റീരിയർ കാഴ്ചകളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ബെർത്ത് തൊട്ട് താഴെയായിട്ട് വേറൊരു ബെർത്ത് 2+1 ലേഔട്ടിലാണ് ഇതിന്റെ ബെർത്തിങ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല ബ്ലാങ്കറ്റ്സ്, അതുപോലെ തന്നെ വൈറ്റ് തീമിനിടയിൽ ഒരു എന്താ പറയുക ബ്രൗൺ തീമിലുള്ള കർട്ടൻസ്, വൈറ്റ് ഇന്റീരിയർ, എന്താ പറയാ ഒരു എലഗന്റ് ലുക്കാട്ടോ വണ്ടി. ഒരു രക്ഷയില്ല. രാത്രി പോകുമ്പോൾ നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ നല്ല വൃത്തിയാണ്. 5 സ്റ്റാർ റേറ്റിംഗിൽ ഇത് ഓടിയിരുന്നത് ചുമ്മാതല്ല. കാരണം അത്രയും വൃത്തിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഈ വണ്ടി ഹൈദരാബാദ് റൂട്ടിലൊക്കെ ഓടുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലെ വെബ്സൈറ്റ് കയറി ബുക്ക് ചെയ്യുക. അതുപോലെ ബസ്സിൽ കയറി ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ MP രജിസ്ട്രേഷനിലുള്ള ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ ശലഭം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അത് പോയിട്ട് കാണാം കേട്ടോ. സൈഡിലൊക്കെ ഉള്ള പാനൽ ആ ഒരു ഇതുണ്ടല്ലേ, വുഡൻ ഫിനിഷിംഗ് ആണ് അതൊക്കെ. ഒരു രക്ഷയില്ല, കിടുക്കാച്ചി ആയിട്ടുണ്ട്. ഒരു എന്താ പറയാ വല്ലാത്തൊരു വണ്ടി. അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇത് വീര മഹാസാമ്രാട്ട് എന്ന് പറയുന്ന ഒരു അവരുടെ തന്നെ എഞ്ചിനും ബോഡിയൊക്കെ കൂടിയിട്ടുള്ള വീര ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഭാവി ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും വണ്ടി ഓവറോള് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇനി നമുക്ക് വണ്ടിയിൽ യാത്രാ സുഖം അതൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് പറയാം. ട്രാവൽ ചെയ്തിട്ടുള്ള സുഖവും എക്സ്പീരിയൻസും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ട്രാവൽ വീഡിയോ പോലെ, അതായത് പണ്ട് ചെയ്തിരുന്ന പോലെ നമുക്ക് ട്രാവൽ വീഡിയോ, അതായത് വണ്ടിയിലെ എന്താ പറയുക നൈറ്റ് വിഷലും അതുപോലെ ട്രാവൽ ചെയ്ത വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നമുക്കിതിൽ ട്രാവലൊക്കെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒക്കെ വണ്ടിയുടെ യാത്ര സുഖം, അതുപോലെ ലേശം ഒരു രാത്രി വണ്ടിയുടെ ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് വണ്ടിയിലേക്ക് കിടന്നുറങ്ങാനുള്ള ആ ഒരു സുഖം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇൻബിൽറ്റായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യണത്. ഏഷ്യയുടെ മോൾവോ ലൈനിലൊക്കെ കേട്ടുന്നത് ശ്യാമ കിടക്കുന്നു. മുന്നേ നമ്മൾ ചെയ്ത വണ്ടി ശ്യാമ കിടക്കുന്നു. ശ്യാമ നമ്മൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ എന്താ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ലൈറ്റ് കുറവുണ്ട്. എന്തായാലും അകലേന്ന് കാണിച്ചു തരാം. എത്ര നൈറ്റ് സർവീസ് വണ്ടികളല്ലേ മടിവാളയിൽ നിന്ന് പോണേ. മടിവാളയിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്ന്. നമ്മുടെ ആലിയ ജോഷറിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ആലിയയിലൊക്കെ എത്ര വീഡിയോ ചെയ്തേക്കണല്ലേ നമ്മൾ. പിന്നെ നൈറ്റ് സർവീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കുറച്ചു. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കിടക്കണു. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടുന്ന് എടുക്കാൻ തുടങ്ങി. മോഹിനിയാട്ടം നമ്മൾ പോണ വണ്ടി നമ്മുടെ എക്സ്പോയിലുണ്ട വണ്ടിയില്ലേ മോഹിനിയാട്ടം. നമ്മൾ വീഡിയോയിൽ ആദ്യം കൂടുതൽ കണ്ടിട്ടുള്ളത് മോഹിനിയാട്ടം മറ്റേ കഥകളി കൂടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മോഹിനിയാട്ടം വണ്ടിയിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് കേട്ടോ. നമ്മളങ്ങനെ മടിവാലയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ ഇദ്ദേഹത്തിന് മനസ്സിലായോ? ഇദ്ദേഹമാണ് യാത്രാ വിശേഷം ചാനലിന്റെ സാരഥി. അപ്പോ ഇവിടെ വന്നപ്പോഴാണ് ആളും വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമസ്കാരം. എന്താ പേര്? ശരിക്കും ചേട്ടന്റെ മുഖമൊന്നും അങ്ങനെ ആരും കാട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? എന്റെ അല്ല ചേട്ടന്റെ ചാനലിൽ പറയണത്. യാത്രാ വിശേഷം അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് കേട്ടോ. അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്യല്ല ആളെന്നെക്കാട്ടും 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിലുള്ള ചാനലാട്ടോ. എന്തായാലും
ആള് നല്ല കമ്പനിയുള്ള ആളാണ്, ഡ്രൈവറോട് കട്ടക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോ ചാനൽ മറക്കാതെ കാണാം അദ്ദേഹത്തിന്റെ. എവിടെ വീട്? കുമ്പളിയിലെ. ഓക്കെ ഓക്കെ. മുന്നേ ഏത് വണ്ടിയിലായിരുന്നു? അതെ. പിന്നെ വേറൊരു ചേട്ടൻ്റെ ആള് കിടക്കാൻ പോയില്ല. അതെ. ചേട്ടന്റെ പേര്? ആളാണ് ഇതിന്റെ എന്താ പറയാ, അറ്റൻഡർ അല്ലേ? പിന്നെ പേര് റോബിൻ. റോബിൻ. ട്രാഫിക് വണ്ടിക്ക് സിംബോളിൽ ഇമ്പോർട്ട് முடியாது. അവിടെ ഡിമാർട്ട് നമ്മളങ്ങനെ ശങ്കേരിയിലെ വാഷ്റൂമിനോട് നിർത്തിയിരിക്കാനാട്ടോ. നല്ല മഴയ്ക്ക് പെയ്ത് തോന്നുന്നുണ്ട്. ശരിക്കും ഈ വണ്ടിക്ക് 2 റെസ്റ്റ് റൂം കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഷ്റൂം 2 തവണയായിട്ട് കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. 2 അല്ലെങ്കിൽ ഒരു വാഷ്റൂം. ഇപ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കുന്നുണ്ടോ, വാഷ്റൂം എന്തെങ്കിലും കൊടുക്കും. ഭക്ഷണം കഴിച്ചിട്ട് കയറുന്ന കാരണം പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കോളും വണ്ടി. എന്തായാലും വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ഇറങ്ങിയാലും കേട്ടോ നല്ല സുഖം കിടന്ന് ഉറങ്ങാനായിട്ട്. നല്ല അടിപൊളി കേട്ടോ വണ്ടി. അങ്ങനെ നമ്മൾ രാത്രി കുറെ വിഷലൊന്നും എടുത്തില്ല. അപ്പോൾ രാവിലെ എണിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് കൂടി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് നോക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ കുഴമന്നൊക്കെ എത്തിയിരിക്കുന്നു പാലക്കാട്. അപ്പോൾ വല്ലാത്ത ഒരു സുഖം കിട്ടുന്ന ഒരു വണ്ടി തന്നെ കേട്ടോ. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറി കിടന്നതും നമ്മൾ ഉറങ്ങിപ്പോവുക ചെയ്യണത്. ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു ചാട്ടോ ഒന്നും തന്നെ രൂപപ്പെട്ടില്ല. ശരിക്ക് ഭാരത് ബെൻസ്, ലൈലൻഡ്, ഈശ്വർ ഇതിനെക്കാട്ടൊക്കെ കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് പേഴ്സണലി. നല്ല സൗണ്ട് ഒന്നും വണ്ടിയുടെ പുറത്ത് എക്സ്റ്റേൻഡ് നടക്കുന്ന ഒരു കാര്യങ്ങളും ഉള്ളിലേക്ക് അറിയില്ല. വളരെ സ്മൂത്തായിട്ട് വോൾവോലൊക്കെ കിടന്ന് പോണ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ അങ്ങനെ പാലക്കാട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ.
മൊബൈലാണ് എടുക്കുന്നത്, ലാപ്ടോപ്പിലല്ല. പ്രീമിയർ പ്രോ. പോയോ? ഒറിജിനൽ ആക്കട്ടെ. പൗഡറാ നല്ല കള്ള് കൊണ്ടുപോകും, അതിനിടയ്ക്ക് കൂടുതൽ ചേർക്കും. ആനമൈക്കോ എന്താ പറയാ, സ്പിരിറ്റോ. ഭാരത് ബെൻസാണ്. മണ്ണന്തം കഴിഞ്ഞു, ആലത്തൂര് കഴിഞ്ഞു. കണക്കപ്പാറ ഗ്രാമീണ ഭംഗിയാണ് ഇവിടെ. ഓ, ഞാൻ എപ്പോഴും പോയിട്ടുണ്ട്. മലമ്പുഴ ഡാമും ബീച്ച് ഡാമൊക്കെ നമ്മള് ആള് നിക്കണ പോലില്ലേ അത് എന്താ. ആ, എപ്പോ നോക്കിയാലും ഓരോ പണിയാ. നല്ല വണ്ടിക്കാരൻ നിർത്തിയില്ല. എക്സൈസുകാരുടെ കള്ള് നമ്മുടെ വടക്കഞ്ചേരി ആക്സിഡന്റ് ഉണ്ടായ സ്ഥലമാണ് വരാൻ പോണത്. ടൂറിസ്റ്റ് ബസ് കാണിച്ചുതരാം. വടക്കഞ്ചേരി തുടങ്ങി.
വഴി. അത് പമ്പിൽ കൊടുക്കേണ്ടി വരും. പാലിയേക്കനുണ്ട്. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോ അടുത്തൊരു വീഡിയോയുടെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ശലഭത്തിൽ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റെഡ് ബസ്, അബീബസ്, ശലഭം.com അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത് തന്നെ ഇനി ശലഭത്തിന്റെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് എത്താട്ടോ. അപ്പൊ ഓക്കെ, ബൈ.